നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്കകം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കേരളം ഭരിക്കുന്നത് UDF ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കിപ്പോഴുമില്ല. പിണറായിയുടെ ദുർഭരണം അവസാനിച്ച് കാണാൻ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നു. പിണറായിയുടെ ദുർഭരണം അവസാനിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. UDF അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ തുടരുകയാണ്. പ്രധാനമായും 3 പേരാണ്. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നീ 3 പേരാണ് മത്സര രംഗത്തുള്ളത്. 3 പേർക്കും അവരുടേതായ താല്പര്യങ്ങളും അവരുടേതായ കാരണങ്ങളും അവരുടേതായ പിന്തുണയും എതിർപ്പുമൊക്കെയുണ്ട്. ഇവരിൽ ആരെയാണ് മറുനാടൻ പിന്തുണയ്ക്കുന്നത് എന്ന് ചിലരെങ്കിലും ചോദിക്കാറുണ്ട്. മറുനാടനെ സംബന്ധിച്ചിടത്തോളം ആരായാലും കുഴപ്പമില്ല. പിണറായിയുടെ ദുർഭരണം അവസാനിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പകരം ആര് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയാലും അവരോട് തൽക്കാലത്തേക്ക് സഹകരിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവർ ജനവിശ്വാസത്തിനെതിരായി, അഴിമതിക്ക് അനുകൂലമായി, പ്രീണനത്തിനു വേണ്ടി നിലപാടെടുക്കുന്നത് വരെ. അത്തരം ജനവിരുദ്ധ നിലപാടെടുത്താൽ ആര് മുഖ്യമന്ത്രി കസേരയിലിരുന്നാലും അവരുടെ മുഖത്ത് നോക്കി വിമർശിക്കാൻ ഒരു മടിയുമില്ല. എന്നാൽ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇവർ നടത്തുന്ന മത്സരം നാണം കെട്ടതാണെന്നും ആ മത്സരം അതിര് കടക്കുന്നു എന്നുമുള്ള വേദന, ആശങ്ക മറുനാടനുണ്ട്. ഈ 3 പേരിൽ ആര് മുഖ്യമന്ത്രിയായാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്ന് പ്രേക്ഷകരിൽ ചിലരെങ്കിലും ചോദിക്കാറുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷം മുമ്പിൽ നിന്ന് പട നയിച്ചത് VD സതീശനല്ലേ? അപ്പോൾ നിങ്ങൾ പിന്തുണയ്ക്കേണ്ടത് VD സതീശനെ അല്ലേ എന്നാണ് മിക്ക പ്രേക്ഷകരുടെയും ചോദ്യം. VD സതീശനെ പിന്തുണയ്ക്കുന്നതിൽ ഒരു പരാതിയുമില്ല. VD സതീശൻ തന്നെയാണ് കഴിഞ്ഞ 5 വർഷവും പട പൊരുതിയത്. 5 വർഷം VD സതീശൻ പൊരുതി എന്നതുകൊണ്ട് VD സതീശനേക്കാൾ സീനിയറായിട്ടുള്ള, VD സതീശനേക്കാൾ രാഷ്ട്രീയ പാരമ്പര്യമുള്ള KC വേണുഗോപാലിനെയോ രമേശ് ചെന്നിത്തലയോ തള്ളിപ്പറയേണ്ട സാഹചര്യവും ഇല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. 3 പേർക്കും മുഖ്യമന്ത്രി കസേരയ്ക്ക് യോഗ്യതയുണ്ട്. സതീശൻ മുമ്പിൽ നിന്ന് കഴിഞ്ഞ 5 വർഷം പട പൊരുതിയതുകൊണ്ട് സതീശന് കൂടുതൽ യോഗ്യതയുണ്ട് എന്ന് പറയുന്നവരോട് വിയോജിപ്പൊന്നുമില്ല. എന്നാൽ സതീശന് മാത്രമേ യോഗ്യതയുള്ളൂ എന്ന് പറയുന്നതിന് പിന്നിൽ ചില അജണ്ടകളുണ്ടെന്ന് കഴിഞ്ഞ ദിവസത്തെ ചില സംഭവങ്ങൾ വ്യക്തമാക്കിയിരുന്നു. സതീശനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുക എന്ന ലക്ഷ്യത്തിൽ നാട്ടിൽ ഏറെ വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരു യൂട്യൂബിൻ്റെ CEO പദവിയിൽ അടുത്ത കാലത്ത് വരെ ഇരുന്ന വിമല ബിനു എന്നു പേരുള്ള ഒരു അഭിഭാഷക, അവർ സതീശന് വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. സതീശന് അനുമതിയോടെ ഒരു ജനപ്രതിനിധി അടക്കമുള്ളവർ അതിൽ അംഗമാണ്. യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെയാണ് അതിൽ അംഗത്വമുള്ളത്. അവർ നടത്തിയ നീക്കങ്ങൾ, അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും ശബ്ദരേഖകളും പുറത്തു വന്നിരുന്നു. അവയൊക്കെ വ്യാജമാണ്, AI നിർമ്മിതമാണ് എന്ന നിലപാടുമായി ചിലർ രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ ഇത്തരം ആരോപണം ഉണ്ടാവും എന്നറിഞ്ഞ് അവയെല്ലാം നിയമപരമായി തന്നെ ഡൗൺലോഡ് ചെയ്ത് രേഖയാക്കി വെച്ചതിന് ശേഷവും ഇതുമായി ബന്ധപ്പെട്ട അംഗങ്ങളിൽ പലരുമായി സംസാരിച്ച് അത് റെക്കോർഡ് ചെയ്ത് അത് നിയമപരമായി ഉറപ്പാക്കി രേഖയാക്കിയതിനു ശേഷമാണ് ഞങ്ങൾ പുറത്തുവിട്ടത്. വിമല മാത്രമല്ല, സോഷ്യൽ മീഡിയയിലെ ഈയാമ്പാറ്റകളായ ചിലരുടെ തടവറയിലാണ് സതീശൻ എന്നത് ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ഇത്തരക്കാരുടെ തടവറയിൽ ഇരുന്നത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ആരോപണമുണ്ടായപ്പോൾ അയാളുടെ ഒരു വാക്കുപോലും കേൾക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കടുത്ത നടപടിയിലേക്ക് സതീശൻ ഇറങ്ങി പുറപ്പെട്ടത്. സതീശനെ പൂർണ്ണമായും പിന്തുണച്ചിരുന്ന യുവ നേതാക്കളെയൊക്കെ നിരാശപ്പെടുത്തിയ അനുഭവമായിരുന്നു അത്. അവരുടെ തടവറയിൽ തന്നെയാണ് സതീശൻ ഇപ്പോഴും എന്നത് ഭയപ്പെടുത്തുന്ന ഒരു തിരിച്ചറിവായിരുന്നു. ഇതേ സംഘം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ VD സതീശന് വേണ്ടി യൂട്യൂബർമാർ അടക്കമുള്ള സോഷ്യൽ മീഡിയയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്നും വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായും ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത തന്നെയാണ്. എടുത്തിയാട്ടക്കാരനും കോപിഷ്ഠനുമായ സതീശൻ ഇത്തരം ഈയാമ്പാറ്റകളുടെ തടവറയിലാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഭരണസാരഥ്യം ഏൽക്കുമ്പോൾ മറ്റൊരു പിണറായി വിജയനായി മാറുമോ എന്ന ഭയം ഇല്ലാതില്ല. അതിനിടയിലാണ് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. VD സതീശൻ പ്രഗത്ഭനാണ്, ഇച്ഛാശക്തിയുള്ളയാളാണ്. ഒരു മതനേതാവിൻ്റെയും തിണ്ണ നിറങ്ങാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ തീവ്ര ഇസ്ലാമിസ്റ്റുകളോട് സന്ധി ചെയ്യുന്നു എന്ന സംശയം നിസ്സാരമായി കാണേണ്ടതില്ല. ജമാഅത്ത് ഇസ്ലാമി എന്നു പേരുള്ള മതരാഷ്ട്ര നിർമ്മാണം ലക്ഷ്യമാക്കിയെടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സതീശൻ നൽകിയിരിക്കുന്ന ക്ലീൻ ചിറ്റ് അത്ര എളുപ്പത്തിൽ മറക്കാൻ കഴിയുന്നതല്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ ഉടമസ്ഥയുള്ള മീഡിയ വൺ VD സതീശന് പരസ്യമായി നൽകുന്ന പിന്തുണ സംശയാസ്പദമാണ്. കേരളത്തിൽ ഏറ്റവും അധികം വർഗീയത പരത്തുന്ന, വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന മീഡിയ വണ്ണിലെ അടുപ്പൂട്ടി ചർച്ചക്കാർ തച്ചിനിരുന്ന് VD സതീശനെ പിന്തുണയ്ക്കുന്നതും രമേശ് ചെന്നിത്തലയെയും KC വേണുഗോപാലിനെയും അധിക്ഷേപിക്കുന്നതുമൊക്കെ അത്ര നിഷ്കളങ്കമാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയം SDP രാഷ്ട്രീയം പോലെ തന്നെ അപകടം പിടിച്ച രാഷ്ട്രീയമാണ്. മീഡിയ വണ്ണും അവരുടെ അടുപ്പൂട്ടി ചർച്ചയും കേരളീയ സമൂഹത്തിന് ഭീഷണിയാണ് എന്ന് തുറന്നു പറയാനുള്ള ആർജവം ഇല്ലെങ്കിലും അവരെ വെള്ളപൂശേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് എന്തിനാണ്?
ഇതിന് തുടർച്ചയായി തന്നെ വേണം കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന വി ഡി സതീശൻ്റെ ഒരു പ്രസംഗ ഭാഗം ചർച്ച ചെയ്യേണ്ടത്. 6 മാസം മുമ്പ് വി ഡി സതീശൻ ഒരു പൊതുപരിപാടിയിൽ വെച്ച് ഖുറാനെക്കുറിച്ച് നടത്തിയ പരാമർശമാണ്. സതീശൻ്റെ ആ പ്രസംഗം ഇങ്ങനെയായിരുന്നു. ശാസ്ത്രീയമായ കാര്യങ്ങൾ പോലും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി പരന്നതാണ് എന്ന് പരക്കെ വിശ്വസിച്ചിരുന്ന കാലത്ത് പോലും ഇത് സൂര്യന് ചുറ്റും ഒരു ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന ഗോളമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. സയൻസൊക്കെ പിന്നീടാണ് അത് പ്രൂവ് ചെയ്തത്, തെളിയിച്ചത്. സയൻസ് എല്ലാം പിന്നീട് തെളിയിച്ച കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് അത് കാലത്തിൻ്റെ മുമ്പേ നടന്ന കാര്യങ്ങളാണ്. വി ഡി സതീശന് ഖുറാനെക്കുറിച്ച് നല്ലത് പറയാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. ഇസ്ലാം മതത്തെ സംരക്ഷിക്കാനും ഇസ്ലാം മതത്തിൻ്റെ നന്മകളെക്കുറിച്ച് പറയാനും വി ഡി സതീശന് അവകാശമുണ്ട്. എന്നാൽ വി ഡി സതീശൻ ഭൂമി ഉരുണ്ടതാണ് എന്ന് ശാസ്ത്രലോകം കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഖുറാനിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പ്രയാസമാണ്. അത് അതിര് കവിഞ്ഞ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി കാണേണ്ടി വരും. ഇസ്ലാം മതത്തെ മാത്രമല്ല സകല മതങ്ങളെയും ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ടതുണ്ട്. ഭൂമി പരന്നതാണ് എന്നാണ് ഇവരൊക്കെ വിശ്വസിച്ചിരുന്നത്. ഉരുണ്ടതാണ് എന്ന് പറഞ്ഞവരെ ശിക്ഷിക്കാൻ ഭരണകൂടം മറന്നിട്ടില്ല. അതിൽ നിന്നും ഇസ്ലാമും വ്യത്യസ്തമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ശാസ്ത്രം ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടെത്തുന്നതിന് മുൻപ് ഖുറാൻ കണ്ടെത്തി എന്നൊക്കെ പറയുന്നത് സ്വതന്ത്ര ചിന്തയുടെ പ്രതീകമല്ല, പരന്ന വായനയുടെ അടയാളമല്ല, നേരെ മറിച്ച് പ്രീണന രാഷ്ട്രീയത്തിൻ്റെ അടിമത്തമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അർഹതയെക്കുറിച്ച് ഒരു സംശയവും എനിക്കിപ്പോഴുമില്ല. പക്ഷെ ചോദ്യം ഇതാണ്, എന്തിനാണ് ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നത്? വി ഡി സതീശൻ്റെ ഖുറാനെക്കുറിച്ചുള്ള പരാമർശം ശരിയോ തെറ്റോ എന്ന് ഞാൻ ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവോത്തിനോട് ചോദിച്ചു. അദ്ദേഹം ഒരു വീഡിയോയായി എനിക്ക് ഇട്ടുതന്ന ഭാഗം കൂടി കേൾക്കുക. നമസ്കാരം. വി ഡി സതീശൻ്റെ വീഡിയോ കണ്ടു. അതിനോടുള്ളൊരു പ്രതികരണമാണ് ഞാൻ ഇവിടെ നടത്താൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കുന്ന ആളുകളെ നിങ്ങൾ തപ്പുമ്പോൾ എക്സ് മുസ്ലിങ്ങൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കുന്ന ആളുകളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇത് മനസ്സിലാക്കിയ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ഒന്നത്. 2, ഇതുപോലെയുള്ള വാദങ്ങൾ മറ്റ് മതപണ്ഡിതർ പറയുന്നത് കേട്ട് ഇപ്പോൾ നമ്മുടെ എം അക്ബറിനെ പോലെയുള്ള ആളുകൾ, സാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകൾ, അതുകൂടാതെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതുപോലെ പറയുന്നു. അപ്പോൾ ഇതൊരു വിശ്വാസിയായിരിക്കെ നമ്മളിതൊക്കെ കേട്ട് ഇതൊക്കെ വലിയ സംഭവമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിനെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ വക്താക്കളായിട്ട് മാറി ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളായിട്ട് മാറുകയും അതിലൂടെ കുറേ കാലം മുന്നോട്ട് പോവുകയും ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചറിയാണ് ഇത് തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയണം. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു, മറ്റ് പല മേഖലകളിലും ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇന്ന് വിവരം ലഭിക്കാനുള്ള ഒരു വഴി ഉള്ളതുകൊണ്ട് അതിലൂടെ നമ്മളത് മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം തെറ്റാണെന്ന് നമ്മൾ തിരിച്ചറിയും. എന്നിട്ട് പിന്നീട് നമ്മൾ കൂടുതൽ ഇതിൻ്റെ മറ്റ് വശങ്ങൾ കൂടി അന്വേഷിക്കുമ്പോൾ ഇത് മൊത്തത്തിൽ ഒരു മനുഷ്യനിർമ്മിതമായ സാധനമാണ്, ഇതിനകത്ത് ഒരു ദൈവികമായ സംഗതികളൊന്നും തന്നെ ഇതിനകത്തില്ല എന്ന് തിരിച്ചറിയുന്നു. കാരണം ദൈവികമായ ഒരു സംഗതിയിൽ അബദ്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല. 1% പോയിട്ട് 0.5% പോലും ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഇതിനകത്ത് 100 കണക്കിന് അബദ്ധങ്ങൾ കാണുമ്പോൾ അത് ഇസ്ലാമിൻ്റെ ദൈവികതയും കൂടിയാണ് പൊളിക്കുന്നത് എന്നും കൂടി വരുന്നിടത്താണ് നമ്മൾ ഈ മതം ഉപേക്ഷിച്ച് എക്സ് മുസ്ലിം എന്നുള്ള നിലയ്ക്ക് പുറത്ത് വരേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ കടന്നു പോയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിലുള്ളതിൽ പലതും ഉണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഈ ശാസ്ത്രം എന്ന് പറയുന്നൊരു വിഷയം. അത് ഖുർആനിൽ തിരികെ കയറ്റിക്കൊണ്ട് പല ശാസ്ത്ര സത്യങ്ങളും ഖുർആനിൽ ഇസ്ലാമിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു സയൻറ്റിഫിക് മിറക്കിൾസ് എന്ന് പറയുന്നൊരു രീതി തന്നെ വെച്ചുകൊണ്ട് ഇത് ചെയ്തത്. ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിന്ദാനി പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. അതിലൂടെയാണ് ഈ തരത്തിൽ ഖുർആനും സയൻസും കൂടി ഇതുപോലെ കമ്പൈൻ ചെയ്തുകൊണ്ട് മതപരിവർത്തനത്തിനൊരു ഇന്ധനം പകരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊജക്റ്റ് പണ്ട് നടത്തിയതും ഈ സിന്ദാനി പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു ഒരു യമനി പണ്ഡിതനായ ഈ സിന്ദാനിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഒസാമ ബിൻ ലാദൻ അടക്കമുള്ള ടീം. അവരൊക്കെ അതിൻ്റെ പ്രായോജകരായിരുന്നു. ഇതാണ് സത്യത്തിൽ ഈ ഒരു സയൻറ്റിഫിക് മിറക്കിൾസ് എന്ന് പറയുന്ന സാധനം. അതിലെ ഒരു ഭാഗമാണ് ഇന്നിപ്പോൾ വി ഡി സതീശൻ ഇവിടെ എടുത്ത് പറഞ്ഞത് എന്നതും കൂടി വരുമ്പോഴാണ് ഇത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വായിക്കുന്നു, അറിയുന്നു, അതുപോലെ വലിയ നോളജ് പണ്ഡിതന്മാരാണെന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന വി ഡി സതീശനെ പോലെയുള്ള ആളുകളൊക്കെയാണ് ഇത് ഏറ്റെടുക്കുന്നതെന്ന് വരുന്നിടത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹം പ്രബുദ്ധ മലയാളികൾ അവരുടെ പ്രബുദ്ധത എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ആ പ്രബുദ്ധ മലയാളിയുടെ നേതാവായ ഭാവിയിലെ മുഖ്യമന്ത്രിയാകുന്ന ഒരാളായ ഈ വി ഡി സതീശൻ ഇതാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ശരാശരി മലയാളിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് സ്വയം സങ്കല്പിക്കുക. ഇതാണ് എനിക്കതിൽ പറയാനുള്ളത്. ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് 2 രീതിയിലാണ് ഇതിനെ ഞാൻ കാണുന്നത്. ഒന്ന്, ഈ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത്, കാരണം ഖുർആനിൽ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് ഇതിലെ തെറ്റ്. 2, ഇത് അവാസ്തവമായ കാര്യമാണെന്നുള്ളതാണ്.
കാരണം ആ സയൻസ് പിന്നീടാണ് കണ്ടെത്തിയത്, അന്നത് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് അവാസ്തവമായ കാര്യമാണ്. അതാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ സംഗതി, ഇപ്പോൾ ഖുറാനിൽ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്താണെന്നുള്ളത് വി.ഡി. സതീശൻ മറന്നുപോവാണ്. ഖുറാനിലെ തഫ്സീറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കാണാം. ഇത് സൂറത്തുൽ ഗാഷിയ എന്ന് പറയുന്ന സൂറത്തിനകത്താണ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൽ 88-20 അതാണ് ആ സൂക്തം നമ്പർ 20. അതിൽ കൃത്യമായിട്ട് പറയുന്നു, അതായത് ഫഇലൽ അർളി കൈഫ സുത്തിഹത്ത് എന്ന് പറയുന്ന ഒരു ഭാഗം ഓതിക്കൊണ്ട് അതിൻ്റെ വിശദീകരണം കൊടുക്കുന്ന തഫ്സീറിൽ ജലാലൈൻ എടുത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പറയുകയാണ്, അതായത് ഈ സുത്തിഹത്ത് എന്ന് പറയുന്ന വാക്ക് ഇത് ഇവിടെ എഴുതി വെച്ചപ്പോൾ ഇതിൻ്റെ ലിറ്ററൽ മീനിങ് അത് പ്രകാരം അന്നുണ്ടായിരുന്ന ആളുകൾ, പണ്ഡിതർ എല്ലാവരും തന്നെ മനസ്സിലാക്കിയത് ഭൂമി പരന്നതാണ് എന്നായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മളിത് എഴുതുന്ന സമയത്ത് പല ആളുകളും ഇത് ഉരുണ്ടതാണ് എന്ന് ആസ്ട്രോണമേഴ്സൊക്കെ പറയുന്നു. പക്ഷേ അന്നത്തെ പണ്ഡിതന്മാർക്ക് ഇത് മനസ്സിലായത് ഭൂമി പരന്നതാണ് എന്നായിരുന്നു. അപ്പോൾ ഈ സാധനം എഴുതുന്ന സമയത്ത് ഈ ഒരു 13-ാം നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്കും ഇന്ന് ലോകത്ത് അറിയാം ഈ ഭൂമി ഉരുണ്ടിട്ടാണെന്നുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ട് വീണ്ടും ഇത് പരന്നതാണെന്ന് എഴുതാനുള്ള ഒരു നിയമപ്രശ്നം അല്ലെങ്കിൽ ഒരു സാങ്കേതിക പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ജലാലൈൻ അത് എഴുതാതെ പോയതും. എന്നാൽ പണ്ടത്തെ ആളുകൾ എന്താ മനസ്സിലാക്കിയത് എന്നുള്ളത് ആ പണ്ഡിതർ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാ പണ്ഡിതരുടെയും അണ്ടർസ്റ്റാൻഡിങ് മുഹമ്മദ് നബിയുടെ അടക്കം അതിങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളതാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതൊരു വശത്ത് നിൽക്കുകയാണ്. ഇനി അത് കൂടാതെ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ്, ഇതുപോലെ പരത്തിയിരിക്കുന്നു, പരവതാനി പോലെ പരത്തിയിരിക്കുന്നു, അങ്ങനെ പല രീതിയിലാണ് ഇതിനെ എക്സ്പ്ലെയിൻ, കിടക്ക പോലെ പരത്തി വെച്ചിരിക്കുന്നു, അങ്ങനെ പലതും നമുക്കവിടെ കാണാം. അപ്പോൾ ഇതിനൊക്കെ ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പല വാക്കുകൾ കൊണ്ടുള്ള കസറത്ത് നടത്തിയിട്ടാണ് ഇത് ശരിയാക്കിയെടുക്കാൻ നോക്കുക. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇതിന് തള്ളിമറിച്ച് കൊണ്ട് നടന്നിരുന്നത്. പക്ഷേ പിന്നീട് അത് കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഈ സയൻറ്റിഫിക് മിറക്കിൾസ് എന്ന് പറയുന്ന സാധനം പറഞ്ഞു നടന്നാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനി പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന ആളുകളുണ്ട്. ഈ ഇസ്ലാമിക പക്ഷത്ത് തന്നെയുള്ള ആളുകൾ, സത്യത്തിൽ അങ്ങനെ വന്നിട്ടുള്ള ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആളാണ് ഈ ഹംസ സോഴ്സിസ് എന്ന് പറയുന്ന ആൾ. ഈ ആൾ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഓൺലൈനായിട്ട് പങ്കെടുക്കുകയും നമ്മുടെ അബ്ദുള്ള ബാസിലൊക്കെ നേതൃത്വം കൊടുക്കുന്ന വിസ്ഡം ജിഹാദികൾ അല്ലെങ്കിൽ വിസ്ഡം മുജാഹിദ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെ നിങ്ങൾക്കറിയാം. ആ ഗ്രൂപ്പിലൊക്കെ വരികയും അതിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ്. ഈ ഹംസ സോഴ്സിസ് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ റിഗ്രറ്റബിളി ദ സയൻറ്റിഫിക് മിറക്കിൾസ് നാരറ്റീവ് ഹാസ് ബിക്കം ആൻ ഇൻ്റലക്ച്വൽ എംബാരസ്മെൻറ്റ് ഫോർ മുസ്ലിം അപ്പോളജിസ്റ്റ് ഇൻക്ലൂഡിങ് മൈസെൽഫ്. ഇതാണ് ആൾ പറഞ്ഞു വെച്ചത്. അതിന് കാരണം ഈ പറയുന്ന സിന്ദാനി പ്രോജക്റ്റിലൂടെ വന്ന ഈ ശാസ്ത്രവുമായി കണക്ട് ചെയ്തുകൊണ്ട് മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഈ ദാവാ പ്രവർത്തനം, അതിൽ പ്രധാനമായ ഒരു സാധനമായിരുന്നു ഇസ്ലാമിൽ എംബ്രിയോളജിയെക്കുറിച്ച് ഈ 1500 വർഷം പറഞ്ഞിട്ടുണ്ട് മുന്നേ എന്നുള്ളൊരു വാദം. അതും പറഞ്ഞുകൊണ്ട് ഇവർ നടന്നു. അങ്ങനെ ചെന്ന് പറഞ്ഞതാണ് ഈ പറയുന്ന പ്രൊഫസർ മേയേഴ്സ്. അദ്ദേഹം ഒരു എംബ്രിയോളജി പ്രൊഫസറായിരുന്നു. ആളുടെ മുന്നിൽ പോയി ചാടുകയും അവിടെ വെച്ചുകൊണ്ട് ഈ ഒരു വാദപ്രതിവാദം നടക്കുമ്പോൾ അവിടെ ആൾ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഇദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അപ്പോൾ എല്ലാ മതപണ്ഡിതരും ഇതേപോലെ കാപട്യക്കാരാണെന്ന് നമ്മൾ പറയുന്നില്ല. ഈ ഹംസ സോഴ്സസിനെ പോലെയുള്ള ആളുകൾ ഇത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എഴുതിയ കിതാബും അതുപോലെയുള്ള കൃതികളൊക്കെ ആൾ കീറിക്കളയാണ് ചെയ്തത്. ഇനി ഇത് പറയരുത്, ഇത് നാണക്കേടുണ്ടാക്കും, ഇത് മതി ആളുകൾ മതത്തിൽ നിന്ന് വിട്ടുപോകാൻ എന്ന് ആൾ സമ്മതിക്കുകയും ഈ പണി ആൾ നിർത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ഇത് അറിയാത്ത ഒരുപാട് മതപണ്ഡിതർ, പുതിയ ജനറേഷനുള്ള ആളുകൾ ഇപ്പോഴും ഇത് എഴുന്നള്ളിച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിവിടെ ഇതേപോലെ ഇപ്പോഴും ചിലവാകുന്നത്. ഇതറിയാതെ നമ്മുടെ ഈ മത നേതാക്കളെ പോലെ തന്നെ സംസാരിക്കുന്ന ഉസ്താദുമാരുടെ നിലവാരത്തിലേക്ക് വി.ഡി. സതീശനും താഴുമ്പോൾ ഇവരും അത് ഏറ്റു പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മളിതിൽ കാണുന്നത്. അപ്പോൾ ഞാനിതിൽ കൂടുതലായിട്ട് പറയുന്നില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ, പറഞ്ഞത് അവാസ്തവമാണ്. 2 ഖുറാനിൽ അങ്ങനെ പറഞ്ഞത് തെറ്റാണ്. അവാസ്തവമാണെന്ന് പറയാൻ കാരണം ഇസ്ലാമിന് മുന്നേ തന്നെ ഇതൊക്കെ ഈ പറയുന്ന രീതിയിൽ തെറ്റായിട്ടാണെങ്കിലും ഇതിന്ന് വ്യാഖ്യാനിക്കാൻ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ മിഡീവിയൽ ആ പീരീഡിന് മുന്നേ തന്നെ അരിസ്റ്റോട്ടലിനെ പോലെയുള്ള ആളുകൾ, പൈത്തഗോറസിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ മറ്റു പല ആളുകളും ഇതിൻ്റെ സർക്കംഫറൻസ് വരെ അവിടെ അളന്നിട്ടിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ഇരുന്നിട്ടാണ് ഇത് നമ്മൾ പറയണത്. നമ്മൾ ആലോചിക്കണം, അത് 500-300 BC ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട്, അളവ് വരെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ കാര്യത്തെയാണ് ഈ പറയുന്ന ആളുകൾ, വിസ്ഡം മുജാഹിദ് ആണെങ്കിലും ഇപ്പോൾ അവരോട് ചേർന്നുകൊണ്ട് വി.ഡി. സതീശനാണെങ്കിലും ഇതൊന്നും അന്നുണ്ടായിരുന്നില്ല എന്ന് ആ നുണ പറയുകയും അത് പ്രചരിപ്പിക്കുകയും അത് എന്നിട്ട് ദാവാ പ്രവർത്തകർക്ക്, ജിഹാദികൾക്ക് വളമാവുകയും ചെയ്യുന്നു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. എന്തിനാ ഈ പണിക്ക് നിൽക്കണമെന്ന് ചോദിക്കണം. അതുകൊണ്ടാണ് ഇനി ഇത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു ശരിയായ കാര്യമാണെന്ന് നിങ്ങൾക്ക് വാദം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാണ് ഈ സുദർശനെ പോലെയുള്ള ആളുകളെയൊക്കെ കളിയാക്കിയിരുന്നത് നമ്മളോട് പറയണം. അവർ പറയുന്നുണ്ട് പ്ലൂട്ടോണിയത്തെക്കുറിച്ചും ന്യൂട്ടോണിയത്തെക്കുറിച്ചൊക്കെ അവർ പറയുമ്പോൾ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് അവരെ കളിയാക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ ഇതേപോലുള്ള അവകാശവാദങ്ങൾ തെറ്റായതാണെങ്കിൽ കൂടി ഉന്നയിക്കാനും അത് വെച്ചുകൊണ്ട് ഇതുപോലെ മതം വളർത്താനുള്ള അവകാശം ഉണ്ടെങ്കിൽ അത് ഇപ്പുറത്തുള്ള ആളുകൾ ചെയ്യുമ്പോൾ അത് അനുവദിച്ചു കൊടുക്കണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ അത് വലിയ പ്രശ്നവും നിങ്ങളത് ചെയ്യുമ്പോൾ അത് ശരിയുമാകുന്നത് അത് ശരിയല്ല.
ശരിയല്ല. ആ ഇരട്ടത്താപ്പും കൂടി ഇവിടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഞാൻ പറയുക, മതത്തിൻ്റെ വഴിക്ക് വിടുക, ശാസ്ത്രത്തിൻ്റെ വഴിക്ക്, രണ്ടും കൂടി കൂട്ടിക്കെട്ടിയിട്ട് ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് മതം വളർത്താൻ ഉപയോഗിക്കുമ്പോൾ അതിലെ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മതത്തിന് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ട് മതനിന്ദ നടത്തിയെന്ന് പറഞ്ഞ് പിന്നാലെ കൂടുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളായിട്ട് വരുത്തി വെക്കുന്നതാണ്. അത് ഇസ്ലാമല്ല, ഏത് മതമാണെങ്കിലും എയറിൽ പോകും എന്നുള്ളതൊന്ന് ഒരു വാണിംഗ് ആയിട്ട് ഞാൻ വെക്കുകയാണ്. അതൊന്ന് ഓർമ്മിപ്പിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക് യു.